ഞാനൊക്കെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അമ്പലങ്ങളില് ക്ഷേത്രങ്ങളില് ദൈവമുണ്ട്. ശരിക്കും ക്ഷേത്രങ്ങളിൽ ദൈവമുണ്ടോ? ക്ഷേത്രത്തിൽ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിനേക്കാൾ ഉപരി ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമാണ് പറയാൻ. അതായത് ക്ഷേത്രത്തിൽ ഉള്ളത് ദൈവമല്ല, ക്ഷേത്രത്തിലുള്ളത് ദേവതയാണ്. അപ്പോൾ ഈ ദൈവവും ദേവതയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ദൈവവും ദേവതയും തമ്മിൽ വ്യത്യാസമില്ല. ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പവറിനെയാണ്, ബ്രഹ്മം എന്ന് പറയുന്നതിനാണ് നമ്മൾ ദൈവം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതിനെയാണ് ബ്രഹ്മം എന്ന സങ്കല്പം പറയുന്നത്. ഹിന്ദു പുരാണങ്ങളില് ദൈവം എന്നുള്ള അല്ലെങ്കിൽ ബ്രഹ്മം എന്നുള്ള കൺസെപ്റ്റ്. പക്ഷെ ക്ഷേത്രത്തിലുള്ളത് ബ്രഹ്മമല്ല. കാരണം ബ്രഹ്മത്തിന് ഗുണാവസ്ഥയില്ല, ബ്രഹ്മം നിർഗുണമാണ്. പക്ഷെ ക്ഷേത്രത്തിലുള്ളത് ബ്രഹ്മത്തിന്റെ ഗുണാവസ്ഥയാണ്. ബ്രഹ്മത്തിനെ ഗുണാവസ്ഥയിൽ ആരാധിക്കുന്നതാണ് ദേവത. ആ ദേവതയ്ക്ക് രൂപമുണ്ട്, ബ്രഹ്മത്തിന് രൂപമില്ല. ആ ദേവതാ സങ്കല്പത്തിന് രൂപമുണ്ട്. അതായത് മനുഷ്യനിൽ നിന്ന് ഉയർന്നതും ബ്രഹ്മത്തിൽ നിന്ന് താഴ്ന്നതുമാണ് ദേവത. ആ ദേവതയ്ക്ക് നിഗ്രഹാനുഗ്രഹ ശേഷിയുണ്ട്. അതാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് ദേവതയ്ക്കുള്ള വ്യത്യാസം. മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട മന്ത്രങ്ങളുടെ ഊർജ രൂപമാണ് ദേവത. ആ ദേവതാ സങ്കല്പത്തിന്റെ വ്യത്യാസം ദൈവം എന്നുള്ളതിൽ നിന്ന് വളരെ വളരെ വ്യത്യാസം. ബ്രഹ്മം എന്നുള്ളത് കുറച്ചുകൂടെ ഉയർന്ന തലമാണ്, ദേവതയിൽ നിന്ന് കുറെ കൂടെ ഉയർന്ന തലമാണ്.